നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് 5.1 ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇഫ് എ പോയിന്റ് സി ലൈസ് ബിറ്റ്വീൻ 2 points എ ആൻഡ് ബി സച്ച് ദാറ്റ് AC is equal to BC, then prove that AC is equal to half AB, explain by drawing the figure. അപ്പോൾ നമ്മളോട് ഇവിടെ ഫിഗർ ഡ്രോ ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പോയിന്റ് സി എയുടെയും ബിയുടെയും ബിറ്റ്വീൻ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വരയ്ക്കണം? ലൈൻ എ ബി വരയ്ക്കണം. സി ഇതിൻ്റെ ബിറ്റ്വീൻ ആണ് എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെന്ത് പറഞ്ഞിട്ടുണ്ട്? എ സി ഈസ് ഈക്വൽ ടു ബി സി എന്ന് പറഞ്ഞിട്ടുണ്ട്. എ സിയും ബി സിയും ഈക്വലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? എ സി ഈസ് ഈക്വൽ ടു ഹാഫ് എ ബി എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മുടെ യൂക്ലിഡ് ആക്സിയംസും പോസ്റ്റുലേറ്റ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കണം നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ ഫിഗർ വരച്ചു. ഇനി നമുക്കിവിടെ ഗിവൺ ചെയ്തിട്ടുള്ളത് എന്താണ്? ഗിവൺ എ സി ഈസ് ഈക്വൽ ടു ബി സി എന്ന് നമുക്കിവിടെ ഗിവൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ സി ഈസ് ഈക്വൽ ടു ഹാഫ് എ ബി എന്നാണ്. അപ്പം ഇവിടെ 2AC ഈസ് ഈക്വൽ ടു എ ബി എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എ സി ഈസ് ഈക്വൽ ടു ഹാഫ് എ ബി എന്ന് പ്രൂവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഈ 2 LHSലേക്ക് പോയാൽ 2AC ഈസ് ഈക്വൽ ടു എ ബി എന്നാകും അല്ലേ? അപ്പോൾ 2AC കിട്ടണേ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇവിടെ നമ്മൾ AC ആഡ് ചെയ്യണം. പക്ഷെ നമുക്ക് ഒരു സൈഡിലായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് രണ്ട് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യും? AC ആഡ് ചെയ്യും. നൗ ആഡിങ് AC both sides. അപ്പോൾ എന്ത് വരും? AC plus AC is equal to BC plus AC. ഇപ്പോൾ എന്താ? AC plus AC is 2AC is equal to BC plus AC എന്നായി. ഇനി BC plus AC എന്താണ്? ABക്ക് ഈക്വലാണ്. അപ്പോൾ we know that എന്താണ്? BC plus AC is equal to AB. ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇറ്റ് കോയിൻസൈഡ് വിത്ത് ലൈൻ സെഗ്മെൻറ്റ് AB. എന്തുകൊണ്ടാണ്? BC plus AC ABക്ക് ഈക്വൽ ആയത് എന്താണ്? BC plus AC ABയുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നു അല്ലേ? AC plus BC എന്ന് പറയുന്നതും AB എന്ന് പറയുന്നതും ഈക്വൽ ലെങ്ത് ആണ്. അത് രണ്ടും കോയിൻസൈഡ് ചെയ്യുന്നു. ആസ് ഇറ്റ് കോയിൻസൈഡ്സ് വിത്ത് ലൈൻ സെഗ്മെൻറ്റ് AB. Therefore നമുക്ക് എന്ത് പറയാം? 2AC ഈസ് ഈക്വൽ ടു BC plus ACക്ക് പകരം നമുക്ക് AB എന്ന് എഴുതാം. ഇവിടെ നമുക്ക് റീസൺ എന്ത് എഴുതാം? ഇഫ് ഈക്വൽസ് ആർ ആഡഡ് ടു ഈക്വൽസ് the wholes are equal. ഈക്വൽസ് ആർ ആഡഡ് ടു ഈക്വൽസ്. അതായത് എ സിയും ബി സിയും ഈക്വൽ ആണ്. അതിനോടുകൂടി എ സി എന്ന് പറയുന്ന ഈക്വൽ നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ അന്നേരം കിട്ടുന്ന ഹോൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പഠിച്ചതാണ് കേട്ടോ. ഇനി നോക്കിയേ, ഈ 2വിനെ ഞാൻ RHSലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതെന്താവും? എ സി ഈസ് ഈക്വൽ ടു 2 ഇവിടെ ഡിനോമിനേറ്ററിൽ പോവും. അപ്പോൾ ഹാഫ് എ ബി എന്ന് നമുക്ക് കിട്ടും. കണ്ടോ? പ്രൂവ് ആയല്ലോ. അപ്പോൾ ഈ റീസൺ നിങ്ങളെ ഇവിടെ എഴുതണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതിന് നിങ്ങൾക്ക് മാർക്കുണ്ട്. അപ്പോൾ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മനസ്സിലായല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.